അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗണ്ണ് ഉണ്ടാക്കണമെന്നാണ്. വീട്ടിൽ തന്നെ ഒരു ഗണ്ണെന്ന് വെച്ചൊരു പേന വെച്ചിട്ട് ഇങ്ങനെ വലിച്ചൊരു അടിക്കാൻ വേണ്ടിയുള്ള ഒരു ഗണ്ണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സമയങ്ങളെല്ലാം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മച്ചാന്മാരെ, അങ്ങനെ നമ്മുടെ ഗണ്ണുണ്ടാക്കാനായിട്ട് ഇത്ര സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ആവശ്യം. ഇതിൽ കൂടുതൽ ഒരു സാധനവും നമ്മൾ എടുക്കണില്ല. ഒരു കത്രിക, ഒരു നൂല് ഇത്ര ഒന്നും വേണ്ട. ആകെ ഒരു ഇത്തിരി ഒരു 10 സെൻറ്റിമീറ്റർ അത്രയൊക്കെ മതി. പിന്നെ ഒരു ഇൻസുലേഷൻ ടേപ്പ് മുഴുവനൊന്നും ഉപയോഗിക്കില്ല. പിന്നെ ഒരു പേന, പിന്നെ ഒരു റബ്ബർ ബാൻഡ്. ഇത്ര സാധനങ്ങൾ വെച്ചാണ് നമ്മളിന്ന് നമ്മുടെ ഗണ്ണ് ഉണ്ടാക്കാൻ പോണത്. അങ്ങനെ മച്ചാന്മാരെ, നമ്മുടെ പേനയുടെ ഈ ടോപ്പ് എടുത്ത് എന്നിട്ട് ഈ സാധനം, ഇത് 2 സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മൾ ഇത് അങ്ങോട്ട് ഊരിയെടുത്തുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ടാൽ മതി. ഇപ്പോൾ ഞാനിത് ഊരുകയാണ്. ഇപ്പോൾ ഇത് ഇത്രയും പാർട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇത് നമുക്ക് ഈ പേനയുടെ ഒരു പാർട്ടും ആവശ്യമില്ല. ഈ ഒരു ഗ്ലാസ് മാത്രം അതിന് ആവശ്യമുള്ളൂ. ഇനി മച്ചാന്മാരെ, നമ്മൾ ഒരു റബ്ബർ ബാൻഡ് പറഞ്ഞാൽ, അപ്പോൾ ആ റബ്ബർ ബാൻഡ് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ നൂല് എടുക്കണ്ടേ. ഇനി ഈ നൂല് നമ്മൾ കെട്ടണ ഒരു രീതിയിലാണ്. ഇതുമാരെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റബ്ബർ ബാൻഡ് പറഞ്ഞു പോരാണ്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഞാൻ കെട്ടണത് ആദ്യം ഇതിലോട്ട് എടുത്തിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് വെക്കേണ്ട പോർഷൻ, നിങ്ങൾക്ക് ഈ പേന തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഏത് പേന വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. മരത്തെ ഇത് കഴിഞ്ഞിട്ട് ഇതുമാരെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കണ്ട ഇതുമാരെ വലിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ലോണം ഇവിടെ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇത് കിട്ടും. അപ്പോൾ നമ്മളിത് നമ്മുടെ റബ്ബർ ബാൻഡിലേക്ക് പേനയിലേക്ക് നമ്മുടെ റബ്ബർ ബാൻഡ് ഇങ്ങനെ ചുറ്റി കൊടുക്കണേണ്. അങ്ങനെ മച്ചാന്മാരെ, നമ്മുടെ ഇവിടെ റബ്ബർ ബാൻഡ് ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഇതിലേക്ക് എക്സ്ട്രാ ഒരു ഇതായിട്ട് നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് നമ്മളൊന്ന് ഇതാക്കുന്നുണ്ട്. കാരണം ഇത്തിരി പവറിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് നമ്മൾ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് ചുറ്റി കൊടുക്കണേ. ഇപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ചുറ്റി കൊടുത്തിട്ട് നമുക്കിതങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ മച്ചാന്മാരെ, നമ്മുടെ ഇതും കൂടി ചുറ്റിക്കഴിഞ്ഞ് നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടാ. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ റീഫിനർ നമ്മൾ ഊരി വെച്ചതെടുത്തിട്ട് ഇതിൻ്റെ ഇതിലോട്ടേക്ക് ഇടുക. ഇത് കണ്ട, അപ്പോൾ ഇതിലേക്ക് സാധനം വരും. അപ്പോൾ ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വിടൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ റീഫിനറിൽ നിന്ന് തെറിച്ച് കൊള്ളും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉപയോഗിക്കാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഗണ്ണ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളൊന്നും നോക്കാനുള്ളത് നമ്മുടെ ഗണ്ണ് ഇതുമാരെ എടുത്തു. പിന്നെ ഇനി ഒറ്റ ഇടലാണ്, എന്താകും ഒന്നും നമുക്കറിയില്ല. നോക്കാം, എല്ലാവരും നോക്കിക്കോ. മച്ചാന്മാരെ, നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മളിവിടെ ഒരു ഗണ്ണ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഒരു വലിയൊരു പണി കിട്ടിയത്. ഇത് വന്ന് കൊണ്ടത് ഈ ജഗ്ഗിൻ്റെ ഇതിലോട്ടാണ്. മുന വന്ന് അടിച്ചപ്പോൾ ഇതൊന്ന് പൊട്ടി ലീക്കായി. എൻ്റെ കയ്യിലൊക്കെ ഇപ്പം മച്ചാന്മാരെ, ഫസ്റ്റ് പേപ്പർ ഇത് ഫേക്കൊന്നും അല്ല, ഇത് റിയലാണ് മച്ചാന്മാരെ. അപ്പോൾ ഇനി നമുക്ക് പുതിയ റീഫിനർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ വലിയൊരു പണിയാണ് കിട്ടിയേക്കണം നമുക്ക്. അപ്പം ശരി മച്ചാന്മാരെ, ഒരു പണി കിട്ടി. അത് നിങ്ങൾ കണ്ടല്ല. അപ്പം അത് നമ്മുടെ ഗണ്ണ് ഇപ്പോൾ നമ്മൾ പുതിയതാണ് ഉണ്ടാക്കി. ഇപ്പോൾ പുതിയൊരു റീഫിനർ അതിൽ നിന്ന് എടുത്ത് ഇപ്പോൾ നമ്മുടെ വെടി വെച്ചപ്പോൾ ആ ജഗ്ഗിൻ്റെ അവിടെ നിന്ന് കൊണ്ടുപോയി മഷിയൊക്കെ നിലത്ത് കുറേ മഷിയാണ് മച്ചാന്മാരെ. അപ്പോൾ നമ്മൾ കണ്ടില്ല. അപ്പോൾ ഒന്ന് തുടച്ചൊക്കെ ക്ലീനാക്കി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുതിയ റീഫിനർ അതിൻ്റെ അകത്ത് മഷിയൊന്നുമില്ലതേ. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പുതിയ റീഫിനർ എടുത്ത് ഇനി നമുക്ക് പണിയില്ല. നമ്മുടെ ഗണ്ണ് അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഗണ്ണിയുടെ ലോഡായി. നമുക്ക് നമ്മുടെ പായ വീഴാൻ വെച്ചേക്കണം സേഫ്റ്റിക്ക് വേണ്ടി. നമുക്ക് ഇനി ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം.
മച്ചാമാരെ ഇതാണ് നമ്മുടെ ഇതില് പവർ. നമുക്ക് ഒന്നും കൂടി അടിച്ചു നോക്കാം. നമ്മൾ രണ്ടാമത് ലോഡ് ചെയ്ത് ഇനി ഇതേ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. മച്ചാമാരെ നമ്മുടെ രണ്ടാമത്തെ പരീക്ഷണം ഒന്ന് ഇതായി പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തപ്പോൾ ഇങ്ങനെ ഒന്ന് ആയിപ്പോയതാണ്. അത് നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാം. ഇതേ മച്ചാമാരെ നമ്മൾ ഒന്നും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് തിരുമാരെ പറ്റാവുന്നേ ഉള്ളൂ. പക്ഷെ അത് ഒരു ഇതായിട്ട് കഴിയില്ല. അപ്പൊ കൈ പോയില്ല. മൂന്നാമത്തെ ട്രൈ. ഈശ്വര മച്ചാമാരെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ലട്ടാ. അയ്യോ ഒരു പണി കിട്ടി മച്ചാമാരെ. നമ്മുടെ പായ തുളഞ്ഞു പോയി. ഇപ്പൊ തുളഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പൊ മച്ചാമാരെ നമ്മുടെ ഗണ്ണിന്റെ പവർ കണ്ടല്ല. ഇവിടെ മഷിയായ. അപ്പൊ മച്ചാമാരെ നമ്മുടെ ഇന്നത്തെ ഈ ഗണ്ണുണ്ടാക്കണ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് കുറെ ഇതൊക്കെ വരേണ്ടത്. പക്ഷെ അപ്പൊ നിങ്ങള് എന്താണ് ഇപ്പൊ കണ്ടല്ലോ, ഗണ്ണുണ്ടാക്കണ കഴിവത് സേഫ്റ്റിയിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഒന്ന് നോക്കാനും കൊണ്ടിട്ട് ഇപ്പൊ ഇത് അവിടെയൊക്കെ മഷിയൊക്കെ ആയി. ജഗ്ഗിന്റെ അവിടെ ഒന്ന് പൊട്ടുക അതൊക്കെ നോക്കി. അപ്പൊ ചെറിയ പിള്ളേരൊക്കെ എന്താണ് ഇതൊക്കെ ഉണ്ടാക്കി ആരുടെയും ഫേസിലോട്ട് ഇത് വെക്കരുത്. അപ്പൊ നമ്മളെ പായൽ വെച്ചപ്പോ കണ്ടല്ലോ എത്രത്തോളം പവർഫുള്ളാണ് ഈ ടോയ് എന്ന്. മച്ചാമാരെ നമ്മൾ ഇന്ന് ഉണ്ടാക്കി ഈ ചെറിയ ടോയ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇറ്റ്സ് മീ യുവർ ആര്യൻ ബ്രോ സൈനിങ് ഔട്ട്.